Jonty, and he's hit him. Magnificent piece of fielding. ബാറ്റിങ്ങിനും ബൗളിങ്ങിനും പുറമെ വലിയ ഒരു റോൾ തന്നെയുണ്ട് ക്രിക്കറ്റിൽ ഫീൽഡിങ്ങിന്. ലോക ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഫീൽഡിംഗ് മികവ് ഒന്നുകൊണ്ട് മാത്രം പല ടീമുകളും വിജയിച്ച ചരിത്രം നിരവധിയുണ്ട്. ക്രിക്കറ്റിൽ അവിശ്വസനീയമായ ഫീൽഡിംഗിൽ കൂടി ആരാധക മനസ്സിൽ വലിയ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത നിരവധി കളിക്കാർ ഉണ്ട്. ഇപ്പൊ ചില കളിക്കാരുടെ കാര്യം പറയുമ്പോൾ ബാറ്റിങ്ങിനേക്കാളും ബൗളിങ്ങിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യുക ഫീൽഡിംഗിലായിരിക്കും. അത്തരത്തിലുള്ള രണ്ട് കളിക്കാരാണ് സൗത്ത് ആഫ്രിക്കയുടെ ജോണ്ടി റോഡ്സും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഹമ്മദ് കൈഫും. ഇവരുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇവരുടെ ഗംഭീരമായ ഫീൽഡിംഗ് മുഹൂർത്തങ്ങളായിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലും ഇവർക്ക് ടീമിൽ സജീവമായി കളിക്കാൻ കഴിഞ്ഞതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇവരുടെ ഫീൽഡിംഗ് തന്നെയായിരുന്നു. ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫീൽഡേഴ്സിൽ രണ്ടുപേരായ മുഹമ്മദ് കൈഫിനെ കുറിച്ചും ജോണ്ടി റോഡ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡർ എന്ന് വിലയിരുത്തപ്പെടുന്ന ജോണ്ടി റോഡ്സിനെ കുറിച്ച് നോക്കാം. ജൊനാഥൻ നീൽ ജോണ്ടി റോഡ്സ് എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. മുൻ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്ററായ ഇദ്ദേഹം 1992 മുതൽ 2003 വരെ രാജ്യത്തിനു വേണ്ടി കളിച്ചിരുന്നു. നിലവിൽ സൗത്ത് ആഫ്രിക്കൻ പ്രൊഫഷണൽ ക്രിക്കറ്റ് കോച്ചായും കമന്റേറ്റർ ആയുമെല്ലാം ഇദ്ദേഹം നിലകൊള്ളുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കാലത്തെയും മികച്ച ഫീൽഡർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ 100 ക്യാച്ചുകൾ എടുക്കുന്ന ആദ്യ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ ആയിരുന്നു. ഇപ്പോൾ IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഫീൽഡിംഗ് കോച്ചായി ഇദ്ദേഹം നിലകൊള്ളുന്നു. 1998 ICC നോക്കൌട്ട് ട്രോഫി നേടിയ സൗത്ത് ആഫ്രിക്കൻ ടീമിലെ അംഗം കൂടിയായിരുന്നു റോഡ്സ്. നിലവിൽ 53 വയസ്സാണ് താരത്തിന്റെ പ്രായം. കരിയറിൽ ഉടനീളം ഫീൽഡിംഗിൽ ഒരു സൂപ്പർ സ്റ്റാറായി നിലകൊള്ളാൻ കഴിഞ്ഞ റോഡ്സ് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മികച്ച ഒരു ഓട്ടക്കാരൻ കൂടിയായിരുന്നു. ഗ്രൗണ്ടിൽ എല്ലാ പൊസിഷനിലും മികച്ച ഫീൽഡിംഗ് കാഴ്ചവെച്ച ഒരു അപൂർവ പ്രതിഭയായിരുന്നു റോഡ്സ്. സത്യം പറഞ്ഞാൽ ഒരു കാലത്ത്, അതായത് 90കളിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ കൈയും കാലും ഒക്കെ പൊട്ടാനും മുറിവുണ്ടാകാനും ഒക്കെ കാരണക്കാരനായ ഒരു വ്യക്തിയെന്ന് രസകരമായി നമുക്ക് പറയാം. കാര്യം നിരവധി ചെറുപ്പക്കാർ റോഡ്സിനെ ആ കാലങ്ങളിലെല്ലാം അനുകരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഫീൽഡിംഗിൽ ഒരു ട്രെൻഡ് സെറ്ററായി നിലകൊണ്ട താരമായിരുന്നു ജോണ്ടി റോഡ്സ്. നമ്മുടെ അസറുദ്ദീനും വെസ്റ്റ് ഇൻഡീസിന്റെ ഗസ് ലോഗിയും എല്ലാം നിറഞ്ഞു നിന്ന ഫീൽഡിലേക്ക് അവരെക്കാൾ മികച്ച രീതിയിൽ ആക്രമണ മനോഭാവത്തിൽ നിറഞ്ഞു നിന്ന താരം. സത്യം പറഞ്ഞാൽ ഫീൽഡിംഗിൽ ഇദ്ദേഹത്തോളം അധ്വാനിക്കുന്ന മറ്റൊരു താരം ലോക ക്രിക്കറ്റിൽ തന്നെ വേറെ കാണില്ല. ഇപ്പോൾ ഒരു കളിയിൽ ശരാശരി 30 മുതൽ 40 റൺസ് വരെ തന്റെ അവിശ്വസനീയമായ ഡൈവുകളിലൂടെയും മികച്ച ഫീൽഡിംഗിലൂടെയും ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു അസാധ്യ പ്രതിഭ. ഇപ്പോൾ ഇന്നത്തെ ക്രിക്കറ്റ് പ്രേമികളിൽ ഇദ്ദേഹം അത്ര കണ്ട് സുപരിചിതനല്ലായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ മത്സരം കണ്ടിട്ടുള്ളവർക്കറിയാം ഫീൽഡിംഗിൽ എത്രത്തോളം മികവ് പുലർത്തുന്ന താരമായിരുന്നു റോഡ്സ് എന്ന്. ഒരുപാട് മികച്ച റണ്ണൌട്ടുകളും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. വളരെ വേഗത്തിൽ കൃത്യമായി ഉന്നം തെറ്റാതെ പന്ത് സ്റ്റെമ്പിലെറിഞ്ഞ് കൊള്ളിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് വലിയ രീതിയിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇപ്പോൾ ആരാധകരാണെങ്കിലും ബാറ്റ്സ്മാൻമാർ ആണെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ക്യാച്ചുകൾ പിടിച്ച് ക്രിക്കറ്റ് ലോകത്തെ തന്നെ അമ്പരപ്പിക്കാൻ റോഡ്സിന് കഴിഞ്ഞിരുന്നു. പല ബാറ്റ്സ്മാൻമാരും ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാതെ അമ്പരന്ന് പോയ നിമിഷങ്ങൾ. ഏറ്റവും വലിയ ഒരു കോമഡി, ഔട്ടായ ശേഷം പല ബാറ്റ്സ്മാൻമാരും ഞെട്ടലിന് ശേഷം കുറച്ചു കഴിഞ്ഞായിരുന്നു ക്രീസ് വിട്ടിരുന്നത്. റോഡ്സിന്റെ കാര്യത്തിൽ പലപ്പോഴും ഗള്ളിയിൽ മനഃപൂർവ്വം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുകയും ബാറ്റ്സ്മാനെ ആ ഗ്യാപ്പിലൂടെ അടിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് ബാറ്റ്സ്മാന്റെ ചങ്ക് തകർക്കുന്ന രീതിയിൽ അവിശ്വസനീയമായ ഡൈവുകളിലൂടെ ക്യാച്ച് ചെയ്ത് പുറത്താക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ക്രിക്കറ്റിൽ ഏതൊരു കളിക്കാരനും ഒരു മെയിൻ റോൾ ഉണ്ടാകും. അതായത് ബാറ്റ്സ്മാൻ, ബൗളർ, ഓൾറൗണ്ടർ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നിങ്ങനെ. ലോക ക്രിക്കറ്റിലെ പലരും അവർക്ക് അനുയോജ്യമായ റോളുകളിൽ കളിച്ചാണ് ശ്രദ്ധ നേടിയതും റെക്കോർഡുകൾ സൃഷ്ടിച്ചതുമെല്ലാം. എന്നാൽ റോഡ്സിന്റെ കാര്യത്തിൽ ബാറ്റിംഗും ബൗളിംഗും ഒന്നുമല്ല, ഫീൽഡിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ഒരു മെയിൻ റോൾ. ഇപ്പൊ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടക്കം പല ഇന്ത്യൻ പ്ലേയേഴ്സിന്റെയും ഷോട്ടുകൾ റോഡ്സ് അവിശ്വസനീയമായി ക്യാച്ച് എടുത്ത് പുറത്താക്കുന്നത് നമ്മൾ വേദനയോടെ കണ്ടു. 2000 ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും 2003 ഏകദിന ക്രിക്കറ്റിൽ നിന്നും റോഡ്സ് വിരമിച്ചു. 2003 വേൾഡ് കപ്പിനിടെ ഉണ്ടായ ഒരു ഇഞ്ചുറി ആയിരുന്നു പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ വിരമിക്കലിന്റെ കാരണം. 1992 മാർച്ച് 8 ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പാകിസ്ഥാനെതിരെ ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയുടെ 5ാം മത്സരത്തിൽ റോഡ്സ് പ്രശസ്തനായി. ഈ മത്സരത്തിൽ പാകിസ്ഥാന്റെ ഇൻസമാമുൽ ഹക്ക് എന്ന താരത്തെ അത്ഭുതകരമായി പറന്നു വന്ന് റോഡ്സ് റണ്ണൌട്ട് ആക്കിയിരുന്നു. റോഡ്സിന്റെ ഈ റണ്ണൌട്ട് ആ മത്സരത്തിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മത്സരം സൗത്ത് ആഫ്രിക്ക വിജയിക്കാൻ തന്നെ ഏറ്റവും കാരണമായ ഒരു റണ്ണൌട്ടായിരുന്നു ഇത്. റോഡ്സിന്റെ കരിയറിൽ തന്നെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 1993 നവംബർ 14 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകൾ നേടിയതിന്റെ ലോക റെക്കോർഡ്
റോഡ്സ് കൈവരിച്ചിരുന്നു. വളരെ സക്സസ്ഫുൾ ഫീൽഡിംഗ് കോച്ചായി റോഡ്സ് ഇപ്പോഴും തുടരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ. ഇന്ത്യ എന്ന രാജ്യവുമായി വലിയ ഒരു ആത്മബന്ധം സ്ഥാപിച്ച വ്യക്തി കൂടിയായിരുന്നു ജോൺ ഡി റോഡ്സ്. ബാറ്റിംഗിൽ പറയത്തക്ക റെക്കോർഡ്സ് ഒന്നും ഇല്ലെങ്കിലും 245 ഏകദിനങ്ങളിൽ നിന്നായി 35.11 ബാറ്റിംഗ് ആവറേജിൽ 5935 റൺസ് റോഡ്സ് കൈവരിച്ചിട്ടുണ്ട്. ഇതിൽ 2 സെഞ്ചുറികളും 33 അർദ്ധ സെഞ്ചുറികളും ഉണ്ടായിരുന്നു. 121 ആയിരുന്നു റോഡ്സിന്റെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ 52 മത്സരങ്ങളിൽ നിന്നായി 35.66 ബാറ്റിംഗ് ആവറേജിൽ 2532 റൺസ് റോഡ്സിന്റെ പേരിലുണ്ട്. അതിൽ 3 സെഞ്ചുറികളും 17 അർദ്ധ സെഞ്ചുറികളും ഉണ്ടായിരുന്നു. 117 റൺസാണ് റോഡ്സിന്റെ ടെസ്റ്റിലെ ഉയർന്ന സ്കോർ. റോഡ്സ് വിരമിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഫീൽഡിംഗിൽ റോഡ്സിനെ വെല്ലാൻ കഴിയുന്ന ഒരു കളിക്കാരൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് പച്ചയായ ഒരു സത്യം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഫീൽഡിംഗ് Jonty.